ஏதாச்சும் சொல்யூஷன் இருக்கா? എന്നാച്ച് സൊല്യൂഷൻ ഇരിക്കുക എനിക്ക്. പക്ഷേ ഇത്രയും കണ്ടെങ്കിലും എനിക്ക് എൻ്റെ ഒരു കൗതുകാദ്യം പറഞ്ഞുകൊണ്ടേ ഹർഷ, അതായത് ബേബി സഖാവിനാണ് വിദ്യുച്ഛക്തി എന്ന് പറയുന്നത്. ഞാൻ ഇങ്ങനെ ഇത്രയും നേരം ഞാൻ അതാണ് സത്യം പറഞ്ഞാൽ അത് ഈ ബൈറ്റടക്കം തമിഴ് ബൈറ്റടക്കം നേരത്തെ കണ്ടതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മണിയാശാൻ മുൻമന്ത്രി വൈദ്യുതി എന്നും സാധാരണ നമ്മളൊക്കെ കറണ്ട് എന്നും പറയുന്ന സാധനത്തിന് എന്തിനാണ് വിദ്യുച്ഛക്തി എന്ന് പറയുന്നത്? തെറ്റായിട്ടല്ല, പക്ഷേ എനിക്ക് തോന്നുന്നത് പിന്നെ CPM-ൻ്റെ ജനറൽ സെക്രട്ടറി വിചാരിക്കുന്നുണ്ടാകണം കുറച്ചുകൂടെ ഗൗരവത്തിൽ പറഞ്ഞാലേ ഈ സർക്കാർ കേൾക്കാനിടയുള്ളൂ എന്നൊരു തോന്നൽ കൊണ്ടായിരിക്കണം അത് കുറച്ചുകൂടെ കനത്തിൽ പറഞ്ഞേക്കാൻ എഴുതിയിട്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതിപ്പോൾ ഇവരെല്ലാം പറഞ്ഞെങ്കിലും മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് സംഭവിച്ചു. ഇപ്പോൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളത് നമ്മുടെ കാര്യം, ന്യൂസ് ചാനലുകളുടെ ചർച്ച, നമുക്ക് ചർച്ചയില്ല, ന്യൂസ് ചാനലുകളുടെ ചർച്ചക്കിടയിൽ കറണ്ട് പോവുക പ്രതിസന്ധിയിലാണ്. അതായത് അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഇരുന്ന് നമ്മൾ രണ്ടുപേരും സംസാരിക്കുകയും പിന്നെ നമ്മുടെ അവതാരകരെല്ലാം ഇരുന്ന് ചർച്ചയില്ലല്ലോ. ഇത് മറ്റ് ബ്യൂറോകളിൽ പിന്നെ ഗസ്റ്റുകളെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ചർച്ച നടത്തുന്ന സ്ഥലങ്ങളിൽ കറണ്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇരുട്ടിലേക്ക് അശരീരി മാത്രമാണ്. അപ്പോൾ ഇത് ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഈ കോടിക്കണക്കിന് രൂപ ചിലവാക്കുന്ന നമ്മുടെ വാർത്താ ചാനലുകൾക്ക് ഒരു ബ്യൂറോയിൽ എല്ലാ ബ്യൂറോകളിലും ഒരു ജനറേറ്റർ വാങ്ങി വെക്കാൻ പറ്റാഞ്ഞിട്ടല്ല. കഴിഞ്ഞ 10 വർഷക്കാലം അവർക്ക് അതിൻ്റെ ആവശ്യമേ വന്നിരുന്നില്ല. കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ ഏറ്റവും വലിയ മീൻസ് ഏറ്റവും പഴക്കം ചെന്ന ചാനലിൽ 10-30 വർഷമുണ്ടല്ലോ. അപ്പോൾ അവർ കഴിഞ്ഞ 10 വർഷമായിട്ട് അവർക്ക് എല്ലാ ബ്യൂറോകളിലും ഈ പറയുന്ന സംവിധാനം വേണ്ട. അവരുടെ സാധാരണ കറണ്ട് കൊടുത്താൽ തന്നെ അവരുടെ പണികളെല്ലാം നടക്കും, നമ്മുടെ എല്ലാ പണികളും നടക്കും. ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് ചർച്ചക്കിടയിൽ ഒരു ചോദ്യം ചോദിക്കുന്നു, പെട്ടെന്ന് ഇരുട്ടത്ത് നിന്നാണ്. അപ്പോൾ എനിക്കെപ്പോഴും ഓർമ്മ വരിക നമ്മുടെ ശ്രീനിവാസൻ്റെ ചിന്താവിഷ്ടിയായ ശ്യാമള സിനിമയിലാണ്. സിനിമ തുടങ്ങുന്നത് ഇരുട്ടിലേക്കാണ്. അതായത് മൂപ്പരുടെ ശ്രീനിവാസൻ്റെ സിനിമയുണ്ടല്ലോ, അതായത് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് തളത്തിൽ ദിനേശൻ്റെ കഥ എന്ന് പറയുന്ന പോലെ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് പവർക്കട്ട് പൂച്ചയുടെ കഥ പറഞ്ഞ സിനിമയാണത്. അതായത് നമ്മൾ സിനിമ തിയേറ്ററിൽ പോയിട്ട്, എനിക്ക് ഓർമ്മയുണ്ട്, തിയേറ്ററിൽ പോയിട്ട് ഇതിൻ്റെ സിനിമ കാണുമ്പോൾ ആദ്യം സ്ക്രീനും ടൈറ്റെല്ലാം കാണിച്ച് സ്ക്രീന് മുഴുവൻ ഇരുട്ടാണ്. പെട്ടെന്നൊരു പാത്രം വീഴുന്നതിൻ്റെ ശബ്ദം കേൾക്കാം. അപ്പോൾ അയ്യോ ആ പവർക്കട്ട് പൂച്ച വീണ്ടും വന്നോ എന്ന് ചോദിക്കും ആര്? നമ്മുടെ ശ്യാമള. അവരുടെ ശബ്ദമാണ് ആദ്യം കേൾക്കുന്നത്. എന്ന് വെച്ചാൽ പവർ കട്ട് എല്ലാ ദിവസവും ഉണ്ട്, ആ സമയത്ത് അരമണിക്കൂർ കൃത്യമായിട്ടാവുമ്പോൾ അടുക്കളയിലേക്ക് വരുന്നൊരു പൂച്ചയുമുണ്ട് എന്ന് ശ്രീനിവാസൻ എന്നേക്കുമായിട്ട് മൂപ്പരുടെ സ്വതസിദ്ധമായ ശൈലിയിൽ സ്ഥാപിച്ച് കളഞ്ഞു. പക്ഷേ ആൾക്കാർക്ക്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഓർമ്മയില്ലാത്ത സംഗതി, നമ്മുടെ ടെലിവിഷൻ ചാനലുകളുടെ ബ്യൂറോകൾക്ക് ജനറേറ്ററുകളെ ആവശ്യമില്ലാത്ത ആ കാലം കടന്നങ്ങ് പോയി. ആ കാലം കടന്നുപോയിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇത് ഗൗരവത്തിൽ വിദ്യുച്ഛക്തി എന്നൊക്കെ പറഞ്ഞാൽ മാത്രമേ ഇവരിതിനെ മറികടക്കൂ എന്നുള്ളൊരു തോന്നൽ സ്വാഭാവികമായിട്ട് ആൾക്കിടയിൽ വരും. നമ്മൾ ഗൂഗിളിൽ ഞാൻ ലോഡ് ഷെഡിങ് സെർച്ച് ചെയ്ത് നോക്കി ഹർഷ, ആര്യാടൻ മുഹമ്മദിൻ്റെ ഫോട്ടോ ആണ് കാണുന്നത്. അതിനുശേഷവും വൈദ്യുതി മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ കാലത്തായിരുന്നു പവർ കട്ട്, ഓർമ്മയില്ലേ? ആ കാലത്താണ് പവർ കട്ട് ഒരു പ്രധാനപ്പെട്ട സംഗതിയായിരുന്നത്. അതിനുശേഷമുള്ള വൈദ്യുതി മന്ത്രിമാർക്ക് ലോഡ് ഷെഡിങ് എന്ന് ഗൂഗിൾ ചെയ്താൽ വരാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല ഫോട്ടോ. പക്ഷേ സണ്ണി ജോസഫ് അവിടേക്ക് എത്തിച്ചേരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. അതായത് ഇതിൻ്റെ കാരണം എന്താണ്? ഇതിൻ്റെ കാരണം ഇത്തരം പ്രതിസന്ധികൾ നേരത്തെ ഉണ്ടായിരുന്നില്ലേ? മണിയാശൻ പറഞ്ഞിട്ടുണ്ടല്ലോ, MM മണി മുൻ മന്ത്രി പറയുന്നുണ്ടല്ലോ, അതായത് നേരത്തെയും പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവരൊട്ടും പ്രിപ്പയർഡ് അല്ലാതെയാണ് നമ്മുടെ ആളുകൾ ഈ ഇപ്പോഴത്തെ UDF സർക്കാരിൻ്റെ മന്ത്രിമാർ അധികാരത്തിലേക്ക് വന്നത്. ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ എല്ലാ കാലത്തും ഉണ്ട്. മഴ പെയ്യാതിരിക്കാറുണ്ടായിരുന്നു, കടുത്ത വേനലുള്ള കാലമുണ്ട്. പക്ഷേ അതിന് നേരത്തെ ചില സജ്ജീകരണങ്ങൾ അതാത് കാലത്തെ സർക്കാരുകളും വൈദ്യുതി മന്ത്രിയും വൈദ്യുതി വകുപ്പും ഉദ്യോഗസ്ഥരെല്ലാം ചേർന്ന് വെക്കും. അപ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടിലേക്ക് പോകാതിരിക്കാനുള്ള നല്ല ജാഗരൂകമായ ശ്രദ്ധ ആ കാലത്ത്, അത്രയും കാലത്തിനിടയിൽ, അത്രയും വർഷങ്ങളിലെ മൺസൂണും മറ്റുമൊക്കെ കൈകാര്യം ചെയ്ത, മഴയില്ലായ്മ കൈകാര്യം ചെയ്ത സർക്കാരുകൾക്കും മന്ത്രിമാർക്കും ഉണ്ടാകാറുണ്ടായിരുന്നു. ഇത്തവണയുള്ള പ്രശ്നം എന്താണ്? ഇവർക്ക് അതൊന്നും നോക്കാനുള്ള സമയം കിട്ടില്ല. നമ്മൾ ആരോഗ്യ വകുപ്പിലേക്ക് മുരളീധരൻ വന്ന് ലാൻഡ് ചെയ്തതുപോലെയാണ് ഈ സംഭവം ഉണ്ടായത്. എന്നാൽ ശരിക്കും ജനാനുകൂലമായ നിലപാടും അതുപോലെ തന്നെ ഒരു പ്രതിസന്ധികളെ മറികടക്കാൻ, പ്രതിസന്ധികൾ നമ്മുടെ മുന്നിലേക്ക് വരും, അതിനെ മറികടക്കണമെന്ന മുൻകൂർ ജാഗ്രതയുമുള്ള മന്ത്രിമാരായിരുന്നു, വ്യക്തികളായിരുന്നു ഇവരെങ്കിൽ ആദ്യം ചെയ്യുക എന്ന് വെച്ചാൽ ഇവരുടെ എല്ലാം വകുപ്പുകളിൽ വന്നിറങ്ങിയ ഉടനെ തന്നെ എല്ലാവരെയും ചറപറ ട്രാൻസ്ഫർ ചെയ്യുകയല്ല ചെയ്യുക. അവരെ അവിടെ നിർത്തും. എന്ന് വെച്ചാൽ ഈ സംവിധാനം, മഴക്കാലം വരാൻ പോകുന്നു, ആരോഗ്യവകുപ്പിന് പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ആ ആളുകളെ കൊണ്ട് തന്നെ ഈ പണിയെടുപ്പിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ റെഡിയാക്കി സ്മൂത്താക്കി വെച്ചതിന് ശേഷം മാത്രം അവരെ തട്ടടത്തേക്ക് തട്ടാം, ട്രാൻസ്ഫർ ചെയ്യാം എന്ന ജനാനുകൂലവും മുൻകൂർ ധാരണയുള്ളതുമായുള്ള ഒരു ഉത്തരവാദിത്തം അവർ കാണിക്കണമായിരുന്നു. അത് കാണിച്ചില്ല. അവിടെയും കാണിച്ചില്ല, ഇവിടെയും കാണിച്ചില്ല. ഈ വൈദ്യുതി മേഖല ഇതേക്കാൾ കുറച്ചുകൂടെ, ആരോഗ്യ മേഖലയേക്കാൾ കുറേ കൂടെ സങ്കീർണ്ണമാണ്. കാരണം അതിനകത്ത് കുറേ കൂടെ ടെക്നിക്കൽ സംഗതികൾ കൂടെ ചേർന്നതാണ്. മൺസൂൺ, മഴയെപ്പോൾ പെയ്യും, മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഗ്രിഡിലൂടെയുള്ള വൈദ്യുതി വരവ്, ഇങ്ങനെ ഒരു 100,000 നൂലാമാലകളുള്ള സംഗതിയല്ലേ. അതിനകത്തും ഇവർ ഉദ്യോഗസ്ഥരെയൊക്കെ പറഞ്ഞ് ചറവറ ആദ്യം തന്നെ അവർ വരുന്നതിന് മുന്നേ എല്ലാവരും ഓടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. സർക്കാരുകൾ മാറി വരും, പക്ഷേ ഉദ്യോഗസ്ഥർ തുടർച്ചയാണല്ലോ. ആ ഉദ്യോഗസ്ഥരാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. ഞാൻ നോക്കിയിട്ട് സണ്ണി വക്കീൽ എന്തെങ്കിലും കുറഞ്ഞ രാഷ്ട്രീയ നേതാവൊന്നുമല്ല. അദ്ദേഹം എത്രയോ കാലമായിട്ട് രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുള്ളതാണ്. ഈ രാജ്യത്ത് കറണ്ട് കട്ടിൻ്റെ കാര്യമൊക്കെ അനുഭവിച്ച ആളാണ് അദ്ദേഹം.
പിന്നെ അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു സംഗതി സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റ ഉത്തരം മാത്രമേ കിട്ടുള്ളൂ. അത് ഇവർ വേണ്ട ജാഗ്രതയോടെ ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഹർഷ, അതായത് നാട്ടുകാർ ആകപ്പാടെ പ്രശ്നം DYFIക്കാർ എന്തോ സമരമൊക്കെ നടത്തണം, എന്താ പരിഹാസം കലർന്ന ഒരു എന്താണ് നിഴൽ ചിത്രങ്ങൾ വരക്കാനുള്ള സമരമൊക്കെ, അതുകൊണ്ടൊക്കെ എന്തെങ്കിലും ഗുണഫലം കിട്ടുന്നതാണ് DYFIക്കാർ വിചാരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നില്ല അതങ്ങനെ സംഭവിക്കുന്നത്. ഇവരെല്ലാം കരുതിയിരിക്കുന്നത് നാട്ടുകാർ ആകപ്പാടെ 10 കൊല്ലം ഇത് ആകപ്പാടെ പ്രശ്നമായിരുന്നല്ലോ, അതുകൊണ്ട് ആകപ്പാടെ ഇവരാകെ രോഷത്തിലാകും, അതുകൊണ്ട് നാട്ടുകാരെല്ലാവരും ചേർന്ന് സർക്കാരിനോടും വൈദ്യുതി വകുപ്പിനോടും ചോദിക്കുകയും ഇവരെ പ്രയാസരാക്കുകയും എങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ ശരിയാക്കുകയും ചെയ്യും. അങ്ങനെയൊന്നുമില്ല. TV ചാനലുകളുടെ ബ്യൂറോകളിൽ ജനറേറ്റർ വരും. ഈ സംഗതികളോട് നമ്മൾ സാഹചര്യത്തോട് പൊരുത്തപ്പെടും. ഇതാണ് നമ്മുടെ കാര്യം. വീടുകളിൽ ഇൻവെർട്ടർ വരും. ആമസോണിൽ ഇപ്പോൾ എല്ലാവരും സെർച്ച് ചെയ്യും, എന്താണ് മറ്റേ നമ്മുടെ ടോർച്ച് ലൈറ്റ് എങ്ങനെ കൊണ്ടുവരാം സെർച്ച് ചെയ്യും. ഇതിനോട് പൊരുത്തപ്പെടും. കാരണം നമ്മൾ തന്നെ എടുത്ത തീരുമാനത്തിൻ്റെ ഫലമാണിത്. അത് ഒരു രാഷ്ട്രീയ തീരുമാനം എടുത്ത് പുതിയ സർക്കാർ വരുന്ന മോശം കാര്യമാണെന്നല്ല, അടുത്ത വർഷം ഇതിങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇതിൽ നിന്ന് ഇവർ പാഠങ്ങൾ പഠിക്കും. ഈ കാര്യത്തിനോട് ആളുകളങ്ങ് അങ്ങോട്ട് ചേർന്ന് പോവുകയാണ് ചെയ്യുക. അല്ലാതെ എന്തെങ്കിലും വലിയ സമരം നടത്തി ഇത് ആകപ്പാടെ കുഴപ്പമാണ് എന്നൊന്നും അവരാരും വിചാരിക്കാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ നോക്കൂ, ഇപ്പം തന്നെ കറണ്ട് എന്നത് ഏറ്റവും ആവശ്യമായിട്ടുള്ള, കറണ്ട് കട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രോഷം വരുന്നൊരു കാലത്താണ് ഈ സംഭവിക്കുന്നത്. ഏത് വേൾഡ് കപ്പ് നടക്കുകയാണ്. വേൾഡ് കപ്പിന് ആപാലവൃദ്ധം ജനങ്ങളത് കാണുകയാണ്. പ്രായമില്ല, ജെൻഡറില്ല, അതിന് മുന്നിൽ കുത്തിയിരിക്കുകയാണ്. ആ കാലത്താണ് കറണ്ട് കട്ട്. ഈ കാലത്ത് അതിനോട് പൊരുത്തപ്പെട്ടാൽ ഇനി അങ്ങോട്ടുള്ള 5-10 കൊല്ലക്കാലം ഒരു തരത്തിലും പ്രശ്നം ഉണ്ടാവില്ല മനുഷ്യർക്ക്. ഏറ്റവും ക്രൈസിസ് കലർന്നൊരു കാലത്ത് നമ്മൾ ഇരുട്ടത്ത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടും അതിൽ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പോൾ തമിഴ്നാട്ടിലെ ചേച്ചി വന്നിട്ട് പറയുന്നില്ലേ, അവർക്ക് ഇപ്പോൾ അത് 8 കൊല്ലത്തിന് ശേഷമായതുകൊണ്ടാണ് അടുത്ത വർഷം ആകുമ്പോഴേക്കും ഈ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ബേബി സഹാക്ക് അങ്ങനെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞതുകൊണ്ട് ഈ സർക്കാരും വൈദ്യുതി വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ ചേർന്നിട്ട് അടുത്ത വർഷവും കൂടെ ഇങ്ങനെ ഉണ്ടാവില്ല, അതിനു വേണ്ട ഒരു രാഷ്ട്രീയ ജാഗ്രതയും മറ്റുമൊക്കെ അവർ കാണിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്.